Hi friends, welcome to our new video. So നമുക്കറിയാം ഇന്ന് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സിസ്റ്റം യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ചിലർ UI വഴി യൂസ് ചെയ്യും, ചിലർ ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വഴി കമാൻഡ്സ് വഴിയും ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോസിലോ അല്ലെങ്കിൽ ലിനക്സിൻ്റെ കേസിലാണെങ്കിൽ ടെർമിനൽ, വിൻഡോസിലാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ബേസിക് കുറച്ച് കമാൻഡ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീനെയിം ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫയൽ ക്രിയേഷൻ, ഡിലീഷൻ, ഒരു ഫോൾഡറിൽ നിന്ന് വേറൊരു ഫോൾഡറിലോട്ട് നാവിഗേറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ബേസിക് കമാൻഡ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എളുപ്പത്തിനായിട്ട് ഒരു നോട്ട് പാഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു PPT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഏതൊക്കെ കമാൻഡ്സാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്, അത് ബോത്ത് ഇൻ വിൻഡോസ് ആൻഡ് ലിനക്സ് നമ്മൾ രണ്ടിലും കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ വഴി അത് കാണിച്ചു തരും. എങ്ങനെയാണ് ഈ കമാൻഡ്സ് റൺ ചെയ്യുന്നത്, അതെങ്ങനെയാണ് റിസൾട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കമാൻഡ്സ്, ഈ സ്ക്രീനിൽ കാണുന്ന 11 കമാൻഡ്സാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഫോൾഡറോ അല്ലെങ്കിൽ ഫയലോ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് കമാൻഡ്സ് വിൻഡോസ്, ഇതിനകത്താണ് നമ്മൾ വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള എല്ലാ കമാൻഡ്സ് റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് കാണുന്നത്. അതേപോലെ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് കമാൻഡ്സ് ലിനക്സ്. ഇതിനകത്താണ് ടെർമിനൽ റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സെഷനായിട്ട് തന്നെ ചെയ്യാം. ആദ്യം വിൻഡോസിലെ കമാൻഡ് വെച്ചിട്ട് ചെയ്യാം, അതിന് ശേഷം ലിനക്സിലെ കമാൻഡുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മേക്ക് എ ഫോൾഡർ ടെസ്റ്റ് dir1. അപ്പോൾ അതിന് കമാൻഡ്സ് ആ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വിൻഡോസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡ് ഇതാണ്, mkdir, പിന്നെ ഡയറക്ടറി നെയിം. ഡയറക്ടറി എന്ന് ഉദ്ദേശിച്ചത് ഫോൾഡർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ചെയ്ത് നോക്കാം. മേക്ക് എ ഫോൾഡർ ടെസ്റ്റ് dir1. അപ്പോൾ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. ഓൾറെഡി ആ ഫോൾഡറിനകത്താണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, mkdir, സെയിം നെയിം തന്നെ കൊടുത്തു, ടെസ്റ്റ് dir. ഓക്കെ, എന്നിട്ട് ഞാനവിടെ ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കുകയാണത്. നമുക്ക് ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് സക്സസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ചേഞ്ച് ദ ഫോൾഡർ ടു ടെസ്റ്റ് dir1. അത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഫോൾഡർ ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമാൻഡ് അതിനകത്തുണ്ട്. ഞാൻ ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, dir അല്ലെങ്കിൽ ls. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് dir കമാൻഡ് അടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ടെസ്റ്റ് dir എന്നുള്ള ഫോൾഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഈ ടെസ്റ്റ് dir1 എന്നുള്ള ഫോൾഡറിലോട്ട് പോവാണ്. ഫോൾഡറിലോട്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള കമാൻഡ് cd ആണ്. അപ്പോൾ നമ്മൾ cd ടെസ്റ്റ് dir1. ഓക്കെ, അപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിനെ ഈ ഒരു ഫോൾഡറിനകത്ത് എത്തി. അടുത്തത് ഏത് കമാൻഡാണ് റൺ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയൽ 1 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കമാൻഡ് നമ്മൾ ഈ ഇതിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എക്കോ സാമ്പിൾ കണ്ടൻറ്റ് ദെൻ ഫയൽ നെയിം. ഓക്കെ, ഈ സാമ്പിൾ കണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ വാല്യൂ അല്ലെങ്കിൽ ആ ഫയലിനകത്ത് എന്താണോ ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് അതാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്, എക്കോ സാമ്പിൾ കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ദിസ് ഈസ് സാമ്പിൾ ടെക്സ്റ്റ്. എന്നിട്ട് നമ്മുടെ ഫയൽ നെയിം ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫയൽ 1. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് റൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് ഈ ടെസ്റ്റ് dir1-നകത്ത് ഫയൽ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സാമ്പിൾ ടെക്സ്റ്റ് എന്നുള്ള കണ്ടൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വെരിഫൈ ചെയ്യാം. ആദ്യം ടെസ്റ്റ് dir1-നകത്തോട്ട് പോയി, പക്ഷേ ഫയൽ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ കമാൻഡിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇതിൽ ഒരു ആരോ സിമ്പിൾ നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു, അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കൊടുത്ത് നോക്കാം.
ഇനി നമ്മുടെ ടെക്സ്റ്റ് കണ്ടൻറ്റ് എഴുതിയതിന് ശേഷം ഒരു ആരോ സിമ്പിൾ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പോയി നോക്കുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് ഈ ഒരു ഫയലിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കമാൻഡ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഈ ലിസ്റ്റ് കണ്ടൻറ്റ്സ് ഇത് ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചൊരു കമാൻഡാണ്. dir വിൻഡോസിൽ dir കമാൻഡാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ dir നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഫയൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഫയൽ 1. ഓക്കെ, പിന്നെ ഇപ്പോൾ അടുത്ത കമാൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫയൽ ടെസ്റ്റ് ഫയൽ 1 ഈ ഫയലിനെ നമ്മൾ റീനെയിം ചെയ്യാം. അപ്പോൾ റീനെയിം ചെയ്യാനുള്ള കമാൻഡ് എന്താണെന്ന് നമ്മളിവിടെ പോയി നോക്കുക. റീനെയിം ഫയൽ നെയിം ന്യൂ ഫയൽ നെയിം. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഈ ഒരു ലൊക്കേഷനകത്ത് ഫയൽ 1 എന്നുള്ളൊരു നെയിമുണ്ട്, ഈ ഒരു ഫയലുണ്ട്. ഈ ഫയലിനെ നമ്മൾ ടെസ്റ്റ് ഫയൽ 1 എന്നുള്ളൊരു പേരിലോട്ട് റീനെയിം ചെയ്യാണ്. അപ്പോൾ അതിനുള്ള കമാൻഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റീനെയിം പിന്നെ നമ്മുടെ ഓൾഡ് ഫയൽ നെയിം എന്തായിരുന്നു? ഫയൽ 1. പിന്നെ നമുക്ക് കൊടുക്കേണ്ട പുതിയ ഫയൽ നെയിം ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ഫയൽ 1. ഓക്കെ, അപ്പോൾ റീനെയിം ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അടുത്തത് ഈ ഫയൽ ഡിലീറ്റ് ചെയ്യാമെന്ന് എങ്ങനെ നോക്കാം. അപ്പോൾ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസിലാണെങ്കിൽ ഡെൽ ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ DL നമ്മുടെ ഫയൽ നെയിം എന്തായിരുന്നു? ടെസ്റ്റ് ഫയൽ 1. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഫയൽ 1 എന്നുള്ള ഫോൾഡർ ഇപ്പോൾ ഡിലീറ്റ് ആയി. ഇനി അടുത്ത കമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടെസ്റ്റ് ഫയൽ 1 ഡിലീറ്റ് ചെയ്തു. ഇനി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് എ ഫയൽ ടു കോപ്പി 1. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ഫയൽ ടു കോപ്പി 1 എന്നുള്ളൊരു പേരിൽ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത അതേ കമാൻഡിനെ കൊടുക്കുകയാണ്, എക്കോ. പിന്നെ നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ പുതിയ ഫയൽ നെയിം ഫയൽ ടു കോപ്പി 1. അപ്പോൾ അത് ഞാൻ അതേപോലെ കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആ റൈറ്റ് ആരോ കൊടുക്കാൻ മറന്നു. അപ്പോൾ ഇവിടെ ആരോ സിമ്പിൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലൊക്കേഷന് ഫയൽ ടു കോപ്പി 1 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ, ഡയറക്ടറി 2 dir2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടു കഴിഞ്ഞു. സെയിം കമാൻഡ് കൊടുക്കുക, mkdir, നമ്മുടെ ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ dir ഫോൾഡറിനെ റീനെയിം ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ ആ കമാൻഡ് ഞാൻ കൊടുത്തിട്ട് നമ്മൾ വിൻഡോസിൽ ഫോൾഡർ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് റീനെയിം dir നെയിം ന്യൂ dir നെയിം അത്രേ ഉള്ളൂ. അത് റീനെയിം. ഇപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ ഫോൾഡർ ഉള്ളത് dir2 എന്നുള്ള പേരിലാണ്. നമുക്ക് വേണ്ട പേര് ടെസ്റ്റ് dir2 എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാം. അപ്പോൾ അതിനുള്ള കമാൻഡ് കൊടുക്കാം, റീനെയിം dir2. പിന്നെ നമുക്ക് വേണ്ട പേര് ടെസ്റ്റ് dir2. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി വെരിഫൈ ചെയ്യുക റീനെയിം ആയിട്ടുണ്ടോ. ടെസ്റ്റ് dir2 എന്ന് പറഞ്ഞിട്ട് റീനെയിം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറിനെ റീനെയിം ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡയറക്ടറീനെ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് നോക്കാം. ഡയറക്ടറി എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? rmdir. ഓക്കെ, അപ്പോൾ സെയിം കമാൻഡ് ഇവിടെ കൊടുക്കുന്നു, rmdir ടെസ്റ്റ് dir2. നമുക്ക് പോയി നോക്കാം ഫോൾഡർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടോ അല്ലേ. ഇപ്പോൾ ആ ഫോൾഡർ
ഡിലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കമാൻഡ് എന്ന് വെച്ചാൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ ഫയൽ കോപ്പി ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂ dir എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഉപയോഗിച്ച സെയിം കമാൻഡ് mkdir ന്യൂ dir ഇപ്പോൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഫയലിന് ഇതിനകത്തോട്ട് എങ്ങനെ കോപ്പി ചെയ്യുക എന്നുള്ള കമാൻഡാണ്. അപ്പോൾ ആ കമാൻഡ് നോക്കുക. ഫസ്റ്റ് കോപ്പിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. അതെ, കോപ്പി ഫയൽ ടു കോപ്പി ടു ന്യൂ dir. അപ്പോൾ കോപ്പി കമാൻഡ് എങ്ങനെയാണ്? കോപ്പി ഫയൽ നെയിം dir നെയിം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് കോപ്പി, നമ്മുടെ ഫയൽ നെയിം എന്തായിരുന്നു? ഫയൽ ടു കോപ്പി 1. സെയിം ഫയൽ നെയിം ആണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ നെയിം. കോപ്പി ദിസ് ഫയൽ ടു വിച്ച് ഫോൾഡർ? നമ്മൾ ഏത് ഫോൾഡറിലോട്ടാണ് മൂവ് ചെയ്യുന്നത്? ന്യൂ dir എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് കമാൻഡിൽ വന്ന് കൊടുക്കുക. ഓക്കെ, 1 ഫയൽ കോപ്പിഡ്. നമ്മൾ പോയി നോക്കുക. ഇപ്പോൾ ഈ ന്യൂ dir എന്നുള്ള ഇതിനകത്ത് ഈ ഫയൽ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ള കമാൻഡും കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ കോപ്പി ആയിട്ടുള്ള ഈ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് നമ്മൾ ഈ ഫയലിനെ കംപ്ലീറ്റ്ലി ഇതിലോട്ട് മൂവ് ചെയ്യാനുള്ള എങ്ങനെ കമാൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മൂവ് ഫയലിനെ dir, അതും സിമ്പിളാണ്. അപ്പോൾ മൂവ് ഫയൽ നെയിം നമ്മൾ ഓൾറെഡി കൊടുത്ത സെയിം ഫയൽ നെയിം തന്നെ dir 1 ഫയൽ മൂവ്ഡ്. നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാം, അതെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഫയല് കോപ്പിക്ക് പകരം ഇപ്പോൾ മൂവ് ആയിട്ട് ഈ ഒരു പുതിയ ഫോൾഡർ ലൊക്കേഷനകത്തെത്തി. അപ്പോൾ ഇത്രയും ബേസിക് കമാൻഡ്സ് വിൻഡോസിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ കണ്ടു. ഫോൾഡർ ക്രിയേഷനും ഫയൽ ക്രിയേഷനും മൂവിങ്, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ലിനക്സിൽ എങ്ങനെ കമാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൽ ടെർമിനൽ വഴി കമാൻഡ് ലൈൻ വഴി നമ്മൾ ഫയൽ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഡയറക്ടറി ഓപ്പറേഷൻസൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.